പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും കളിക്കാൻ പോവാണ് റെസിഡൻറ്റ് ഈവിൽ 2. കുറേ ദിവസമായി ഈ ഗെയിം കളിച്ചിട്ട്. എന്താണാവോ ഇതിനെ കുറിച്ച് മറന്നുപോയി. ഇന്നത്തെ വീഡിയോയിൽ പിന്നെ ഷിൻചാനും പിൻചാനും ഉണ്ടാവില്ല ഏട്ടാ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഒരു സ്റ്റോറി മോഡ് ഗെയിമാണ്. ഇതിന് ഒരു സ്റ്റാൻഡേർഡൊക്കെ ഉണ്ട്. ഷിൻചാനും പിൻചാനും കൊണ്ടുവന്ന ചിലപ്പോൾ ഈ വീഡിയോ കോളാവും, ഭയങ്കര ബോറാവും. അതുകൊണ്ടാണ് ഞാൻ അവിടെ കൊണ്ടുവരാത്തത്. ബാക്കി ഗെയിംസിലൊക്കെ കൊണ്ടുവരാം. ഈ റേസിംഗ് ഗെയിമും പിന്നെ സിമുലേറ്റർ ഗെയിമൊക്കെ ഉണ്ടാവില്ലേ, അതിൽ ഷിൻചാനും പിൻചാനും കൊണ്ടുവരാം. ഈ സ്റ്റോറി മോഡ് ഗെയിമിൽ എൻ്റെ വോയിസ് മാത്രം മതി. നിങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഈ കഴിഞ്ഞ വീഡിയോ എന്ന് പറയണത് 1 മാസം മുന്നേ കേട്ടെ. എന്തെങ്കിലും ആവട്ടെ, കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബോസ് ഫൈറ്റൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ പിന്നെ ഒരു കൊച്ചുണ്ട്. അവൾ പക്ഷേ ആരാന്ന് എനിക്കറിയില്ല, വഴിന്ന് കിട്ടിയതാ. നമുക്കപ്പോൾ അവളെയും കൂടി കൂടെ കൂട്ടാം. എനിക്ക് പിന്നെ അവിടെ എക്സിറ്റൊക്കെ കാണാണ്ട്, ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. നമുക്കൊന്ന് നോക്കി നോക്കാം. ശരി, നമുക്ക് എന്തോ ഒരു കാർഡ് വേണം. ആ കാർഡ് ഉണ്ടെങ്കിൽ ഈ ഗേറ്റ് തുറക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് തുറക്കാൻ പറ്റില്ല. ഇവരിപ്പോൾ എന്തോ ചെയ്യാൻ പോണേ? ശരി, ഇവരെ കൊണ്ടൊന്നും ഇത് പൊക്കാനായിട്ട് പറ്റില്ല. അതിന് നല്ല വെയിറ്റ് ഉണ്ട്. ഈ ഗേറ്റ് അപ്പോൾ തുറക്കണമെങ്കിൽ നമുക്ക് ആ കാർഡ് വേണം, അല്ലാണ്ട് പറ്റില്ല. ഒരു മിനിറ്റ്, നമ്മളെ ആരോ വിളിക്കണ്ടല്ലോ. ആരാ വിളിക്കണേ? അല്ല, ഇതാരാ? ഇയാള് പോലീസുകാരനാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മളെന്തിനാ വെടിയിക്കണേ? നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇവളോട് മുട്ടുത്തി ഇരിക്കാൻ പറയുന്നുണ്ട്. ഇതെന്തത്? ഇവളെ അറസ്റ്റ് ചെയ്യാൻ പോവാണോ? നമ്മളതിന് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ കൊച്ച് ആരാന്ന് എനിക്കറിയില്ല. ഇനി ആ കൊച്ചിൻ്റെ അച്ഛനാവോ? ഹലോ ചേട്ടാ, നമ്മളിവളെ തട്ടിക്കൊണ്ട് പോകാൻ നോക്കിയതല്ല, ഇവളെ രക്ഷിക്കാൻ നോക്കിയതാ. ഇയാളെന്നിട്ട് ആ കൊച്ചിനോട് കൈയാട്ടാനൊക്കെ പറയാ. ശരി, ഇയാളുടെ കയ്യിൽ കാർഡ് ഉണ്ടായിരുന്നു അല്ലേ? നമ്മളിപ്പോൾ എന്തൊരു ചെയ്യാ? ഇയാളിപ്പോൾ ആ കൊച്ചിനെ കൊണ്ട് പോവും. അയ്യോ, ആ പെണ്ണിനെ ചവിട്ടിയില്ലോ. അയ്യോ സാറേ, എന്നൊന്നും ചെയ്യല്ലേ, ഞാനൊരു പാവാണ്, എന്നെ വെറുതെ ഇട്ടേക്ക്. നമ്മുടെ പേര് എന്താന്ന് ചോദിക്കണ്ട്. ഇവളുടെ പേരെന്തായിരുന്നു? ക്ലെയർ. ഇയാള് ആ കൊച്ചിനോട് കൂടെ വരാൻ പറയാ, അല്ലെങ്കിൽ ക്ലെയറിനെ കൊന്നു കളയുന്നു. ഇതെന്തത്? അയാള് ആ കൊച്ചിനെ കൊണ്ട് പോവാണല്ലോ. ക്ലെയർ പിന്നെ ആ കെട്ട് അഴിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവിടെ ഒരു ചില്ലിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ആ കെട്ട് അഴിച്ചു. പക്ഷെ അയാൾ ആ കൊച്ചിനെ കൊണ്ടുപോയി. ഈ ഗേറ്റ് ആണെങ്കിൽ അടയും ചെയ്തു. ഇനിയിപ്പോൾ എന്തൊട്ട് ചെയ്യാ? നമുക്കിനി പുറത്തേക്ക് പോകണല്ലോ. ഇത് പിന്നെ ആ കൊച്ചിൻ്റെ മാലയാണ് കേട്ടോ, അതിവിടെ വീണു. നമുക്കിനി ആ കൊച്ചിനെ പോയിട്ട് രക്ഷിക്കണം. അത് മാത്രമല്ല, അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അയാൾ നമ്മളെ അടിക്കുകയൊക്കെ ചെയ്തു. അതിന് എന്തായാലും തിരിച്ചു കൊടുക്കും, അത് ഉറപ്പാ. ഇവിടെ ഇപ്പം നമ്മുടെ കയ്യിൽ കാർഡില്ല. നമുക്കിനി പോയിട്ട് കാർഡ് കണ്ടുപിടിക്കണം. ഇവിടെ പിന്നെ ഒരു ഡോറ് ഓപ്പണാണ്, നമുക്ക് ഇങ്ങോട്ടേക്ക് പോയി നോക്കാം. ഈ വഴി കൂടെയും അയാൾ വന്നിട്ടുണ്ടാവുക. ഇതെന്തുട്ടത്? എന്തുട്ടണാവോ? നമുക്ക് മാപ്പ് കിട്ടിയിട്ടാ. പോലീസ് സ്റ്റേഷൻ്റെ ബേസ്മെൻ്റ് ഇല്ലേ, അതിൻ്റെ മാപ്പ് കിട്ടി. ഇവിടെ പിന്നെ ഒരു ലിഫ്റ്റൊക്കെ ഉണ്ട്. ഈ ലിഫ്റ്റ് പക്ഷെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണില്ല. ഈ ലിഫ്റ്റ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എനിക്കവിടെ ഒരു ലിവറൊക്കെ കാണാണ്ട്. ഈ റൂം പക്ഷെ ലോക്കാ, അതിന് ഒരു താക്കോൽ വേണം. ഇത് കണ്ടില്ലേ, ഒരു സ്പേഡിൻ്റെ ഷേപ്പുള്ള താക്കോലാ. നമുക്കിനി പോയിട്ട് ആ താക്കോല് കണ്ടുപിടിക്കണം. നമുക്കിനി ഇങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഭയങ്കര ഇരുട്ടാണ് കേട്ടാ. നമുക്കപ്പോൾ നോക്കിയും കണ്ട് പോകേണ്ടി വരും. ഇരുട്ടായതുകൊണ്ടേ ഇവിടെ മിക്കവാറും സോംബീസ് ഉണ്ടാവും. ഈ ഡോറ് പിന്നെ ലോക്കാ, അത് എങ്ങനെയാണോ തുറക്കുക? ഇവിടെ ഒരു റൂമുണ്ട്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇതൊന്നൊരു സംഭവം. കീ ടു പെട്രോൾ കാറ് 7439. ഇവിടെ പിന്നെ ഒരു പെട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്.
ഈ പെട്ടിയുടെ അകത്ത് എന്താ ഉള്ളത്? നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതിപ്പോൾ എങ്ങനെ തുറക്കുക? ഇതിൻ്റെ അകത്ത് എന്തുണ്ടാവും? ഒരു വണ്ടിയുടെ താക്കോല് കിട്ടി. ഇത് പക്ഷെ വളഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ റിമോട്ട് പക്ഷെ വർക്കാവുന്നുണ്ട്. ആ താക്കോല് വളഞ്ഞു പോയി. അതുകൊണ്ട് നമുക്ക് ആ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇവിടെ പിന്നെ ഒരു റൂമുണ്ട്. ഇവിടെ ആരുണ്ട് കേട്ടോ. അവിടെ ഒരു സോംബി ഉണ്ട്. അതവിടെ കിടന്നോട്ടെ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യണില്ല. ഇവിടെ എന്തുണ്ടല്ലോ, ഫ്ലെയിം ബ്രൗൺസാ. ഇത് നമുക്ക് ആവശ്യം വരും. ഈ റൂമിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്കപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഈ സൈഡിലും ഒരു റൂമുണ്ട്. ഇതിനും ആ സെയിം താക്കോൽ വേണം. അത് പക്ഷെ നമ്മുടെ കയ്യിലില്ല. ഓക്കെ, നമുക്കിനി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. എന്നിട്ട് ആ സൈഡിൽ കൂടെ പോയി നോക്കാം. ഒരു മിനിറ്റ്, അവിടെ എന്തുണ്ടല്ലോ. ഇതാ മറ്റേ ലിക്കറാ. ഈ ലിക്കർ ഭയങ്കര പെശക. എവിടെ പോയത്? അതിവിടെ എവിടെ ഉണ്ട്. മിക്കവാറും ഈ റൂമിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടാവും. ഒരു മിനിറ്റ്, അവിടെ എന്തുണ്ടല്ലോ. ഇത് എന്നിട്ട് ബ്ലൂ ഹെർബാ. ശരി, ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ ലിക്കറില്ലേ, അത് ഇവിടെ ഉണ്ട്. നമുക്കതിനങ്ങ് തീർത്ത് കളയേണ്ടി വരും. ലെറ്റ്സ് ഗോ. അതിൻ്റെ മേത്തേക്ക് ഒരു ഫ്ലെയിം ത്രോവർ വിട്ടുണ്ട്. അതിപ്പോൾ ചാവേണ്ടതാണ്. ചത്തില്ലേ? അത് ചത്തു. ഇവിടെ പിന്നെ ഒരെണ്ണമല്ല കേട്ടാ, 2 എണ്ണം ഉണ്ടായിരുന്നു. രണ്ടാമത്തേനും തീർത്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്കിനി പതുക്കെ മുന്നോട്ടേക്ക് നീങ്ങാം. ഈ ഭാഗത്ത് മിക്കവാറും സോംബീസ് ഉണ്ടാവും. അവിടെ പിന്നെ ഒരു ഷട്ടറുണ്ട്. ആ ഷട്ടർ എങ്ങനെ തുറക്കുക? തുറക്കണമെങ്കിൽ നമുക്ക് എന്തൊരു ലിവർ വേണം. അതിപ്പോൾ നമ്മുടെ കയ്യിലില്ല. എന്തെങ്കിലും ആവട്ടെ. ഇത് ഏത് സ്ഥലം? ഇത് തുറക്കാൻ പറ്റുമോ? നമുക്ക് തുറക്കാൻ പറ്റും. ഇത് തുറന്നിട്ട് നമുക്ക് ഒന്നും കിട്ടിയില്ല. അതിനകത്ത് എന്തുണ്ടല്ലോ. ഇതാ മറ്റേ പിങ്ക് ഹെർബാ. നമുക്കപ്പോൾ ഇതെടുക്കാം. ഇതേപോലത്തെ കുറേ ഐറ്റംസ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? കോക്രോച്ചാ. ഒരു കാര്യം ചെയ്യാം, ഇതങ്ങ് അടച്ചേക്കാം. അതായിരിക്കും നല്ലത്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഇതും തുറന്നു നോക്കാം. ഇതും കാലിയ. അപ്പോൾ ഇവിടെയോ? ഇവിടെ ഒരു സോംബി കിടക്കുന്നുണ്ട്. ആ സോംബിയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവും. അവിടെ എന്തുണ്ടല്ലോ. ഇതാ മറ്റേ ഫ്ലാഷ് ഗ്രനേഡാ. നമുക്കത് ആവശ്യം വരും. ഇത് തൽക്കാലം അടച്ചു വയ്ക്കാം, അല്ലെങ്കിൽ ആ സോംബിയെ പുറത്തേക്ക് ഇറങ്ങും. ഓക്കെ, ഇവിടെ ഒരു സോംബി ഉണ്ട്. എനിക്ക് ആ താക്കോല് കിട്ടിയിട്ടാ, മറ്റേ സ്പീഡിൻ്റെ ഷേപ്പുള്ള താക്കോല്. അയ്യോ, ഇത് പുറത്തേക്ക് ചാടിയല്ലോ. ഇവിടെ വേറൊരു സോംബി ഉണ്ട്. എല്ലാത്തിനും ഇങ്ങ് തീർത്ത് കളയാം. അല്ലെങ്കിൽ വേണ്ട, അവരെ കൊല്ലണ്ട. അവരെ കൊന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. വെറുതെ ബുള്ളറ്റ് വേസ്റ്റ് ആവുള്ളൂ. നമുക്കിനി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. നിൽക്ക്. ഇവിടെ എനിക്ക് ആ ലിക്കറിൻ്റെ സൗണ്ട് വീണ്ടും കേൾക്കാണ്ട്. ആ ലിക്കർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അവിടെ മേലെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി അതിനും കൂടി തീർത്ത് കളയണം. ഇന്നാ പിടിച്ചോ. ഓക്കെ, അതിൻ്റെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമായിക്കാണ്. അയ്യോ, നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ട്. ജസ്റ്റ് മിസ്സട്ടാ. അതിപ്പോൾ നമ്മളെ അറ്റാക്കി തന്നെ. അതും കൂടി അങ്ങനെ ചത്തേക്കാണ്. നമുക്ക് പിന്നെ നേരത്തെ ഒരു താക്കോല് കിട്ടിയില്ലേ, ഈ സ്പീഡിൻ്റെ ഷേപ്പുള്ള താക്കോല്. അത് നമുക്ക് ഇവിടെ വെച്ച് നോക്കാം. ഈ ഡോർ എങ്ങനെ അൺലോക്ക് ചെയ്തു. നമുക്കിനി ആ കാർഡ് കിട്ടുമോ? ഇവിടെ എനിക്ക് കാർഡൊന്നും കിട്ടിയില്ല. മറ്റേ ഹെർബ് മാത്രമേ കിട്ടിയുള്ളൂ. അയ്യോ, സോംബീസൊക്കെ കയറി വന്നല്ലോ. നമുക്ക് ഇവരെ അങ്ങ് തീർത്തളയാം, എന്നാലേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇതെന്തത്? ഇവർ ചാവണില്ലല്ലോ. എത്ര വെടിവെച്ചാലും ഇവർ ചാവില്ല. ഓക്കെ, ഇപ്പോൾ ചത്തേക്കാണ്. നമുക്കിനി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം.
ഈ താക്കോല് വെച്ചിട്ടേ ഒരു സ്ഥലത്തും കൂടി തുറക്കാണ്ട്. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. നേരത്തെ പിന്നെ നമുക്ക് കാറിൻ്റെ താക്കോല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിമോട്ട് പക്ഷേ വർക്കിങ്ങാ. ഇത് ഏത് കാറിൻ്റെ താക്കോലാണാവോ? ഈ കാറാണോ? ഇതിൻ്റെ ഡിക്കി ഓപ്പൺ ആക്കാം. ഓ, എനിക്കൊരു പിസ്റ്റൽ കിട്ടി. ഈ താക്കോല് എടുത്ത് കളയാം. അത് നമുക്ക് ആവശ്യമില്ല. പകരം ഈ പിസ്റ്റൽ എടുക്കാം. ഇത് പക്ഷേ നൈസ് പിസ്റ്റലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ ഒരു പിസ്റ്റൽ ഉണ്ടായിരുന്നു. അത് പക്ഷേ റിവോൾവറാ. ഈ പിസ്റ്റൽ കുഴപ്പമില്ല കേട്ടോ. 13 ബുള്ളറ്റ് ഇടാൻ പറ്റും. അത് മാത്രമല്ല, ഇത് പെട്ടെന്നും റീലോഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇൻവെൻട്രിയില്ലേ, അത് ഫുള്ളായിക്കാ. നമുക്കപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇതിനകത്ത് ഇട്ടേക്കാം. ഇതിൻ്റെ ഇൻവെൻട്രി പെട്ടെന്ന് ഫുള്ളാവും. അധികം സ്പേസ് ഒന്നുമില്ല. ഇവിടെ പിന്നെ കുറേ ആവശ്യമില്ലാത്ത ഐറ്റംസ് ഉണ്ട്. ഈ റിവോൾവർ അകത്തേക്ക് വയ്ക്കാം. നമുക്കിനത് ആവശ്യമില്ല. ഒരു പിസ്റ്റൽ മതി. നമ്മുടെ കയ്യിൽ ഒരു പിസ്റ്റലുണ്ട്, പിന്നെ ഫ്ലെയിം ത്രോവറും. ഓക്കെ, നമുക്കിനി ഈ ഡോറങ്ങ് ഓപ്പൺ ആക്കാം. ഈ താക്കോൽ വെച്ച് തുറക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ആ ലിഫ്റ്റില്ലേ, അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. ഇതൊന്നിട്ട് ഐറ്റം. ഓ, ആ ഫ്ലെയിം ത്രോവറിൻ്റെ സ്റ്റോക്കാണ് കേട്ടോ. ഇതിപ്പോൾ എന്താണ്ടായേ? നമ്മുടെ ഇൻവെൻട്രിയിൽ സ്പേസ് കുറേ ചെയ്ത്. എന്താണാവോ? ഇവിടെയും എന്തോ ഇരിക്കുന്നുണ്ട്. ഇത് ഗൺ പൗഡറാ. നമുക്ക് കൈ പിടിക്കാം. ഇതാണ് ആ ലിവർ. ഈ ലിവർ പിടിച്ച് താഴ്ത്തിക്കാക്കാം. ഇനിയിപ്പോൾ നമുക്ക് ആ ലിഫ്റ്റില്ലേ, അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് ഗോ. നമുക്കിനി എങ്ങോട്ടേക്കാണ് പോകണ്ടേ? മേലേക്ക താഴ്ത്തിക്കുക? നമുക്ക് മേലേക്ക പോകണ്ടേ, കാരണം അതൊരു ബേസ്മെൻ്റ് ആയിരുന്നു. നമുക്ക് ഇതുവരെയ്ക്കും ആ കാർഡ് കിട്ടിയിട്ടില്ല കേട്ടാ. ആ കാർഡ് നമുക്ക് ഈ അടുത്തൊന്നും കിട്ടില്ല. ഇവിടെ പിന്നെ പുറത്ത് ഭയങ്കര മഴയാ. മഴ കൊള്ളണത് അത്രയ്ക്ക് നല്ലതല്ല. ഇതിപ്പോൾ നമ്മൾ എവിടേക്ക് എത്തിയേ? ഇത് ഏതൊരു ഓഫീസാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് മനസ്സിലായി. നേരത്തെ ഒരു പോലീസുകാരൻ വന്നില്ലേ, അയാളുടെ ഓഫീസാവും. ഇതെന്തത്? സബ് മെഷീൻ ഗൺ എമോ. ഓ, അത് SMGയുടെ എമോയാ. നമ്മുടെ കയ്യിൽ പക്ഷേ SMG ഇല്ല. അയ്യോ, പുലിയായിരുന്നു അല്ലേ? മനുഷ്യനെ പേടിപ്പിച്ചു. എനിക്ക് തോന്നണതേ ആ കാർഡ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുന്ന. ഇതെന്തുട്ടാ? ഒരു സെല്ലൊക്കെ ഉണ്ടല്ലോ. ഒരു മിനിറ്റ്, അവിടെ ഒരു കാർഡ് ഇരിക്കുന്നുണ്ട്. നമുക്കങ്ങനെ ആ കാർഡ് കിട്ടി. പക്ഷെ അതിങ്ങനെ എടുക്കുക. ഇവിടെ എന്തോ ചെയ്യണല്ലോ. എന്താ ചെയ്യണ്ടേ? ഇവിടെ ഒരു മെയിൻ സ്വിച്ച് പോലത്തെ സംഭവം ഉണ്ട്. ഈ ഡോർ പിന്നെ നമുക്ക് തുറക്കാൻ പറ്റില്ല. അതിനായിട്ട് ആ പസിലില്ലേ, അത് സോൾവ് ആക്കണം. ഇതെന്താ സംഭവം? ഇവിടെ എനിക്ക് എന്തോ കിട്ടിയല്ലോ. ഒരു മിനിറ്റ്, നമുക്കത് എക്സാമിൻ ചെയ്യാം. ഓ, അതൊരു താക്കോലാണ് കേട്ടോ. ഹാർട്ടിൻ്റെ ഷേപ്പുള്ള താക്കോല്. അത് ശരി, അത് കൊള്ളാം. ഇവിടെ ഒരു പേപ്പർ ഇരിക്കുന്നുണ്ട്. റിപ്പയർ ഷോപ്പ് ലെറ്റർ. നിക്ക്. ഇവിടെ എന്തോ പറയണ്ടല്ലോ. യു വിൽ നീഡ് സം പവർ പാനൽ പാർട്സ്. അവിടെ ഒരു മെയിൻ സ്വിച്ച് പോലത്തെ സംഭവം കണ്ടില്ലേ, അതിന് എന്തോ പാർട്സ് വെക്കണമെന്ന്. ഈസ്റ്റ് സ്റ്റോറേജ് റൂം, ക്ലോക്ക് ടവർ. ഓക്കെ, എനിക്കിപ്പോൾ സംഭവം മനസ്സിലായി. ഇവിടെ ഈ ഒരു സംഭവമില്ലേ, ഇവിടെ നമുക്ക് 2 പാർട്സ് വെക്കണം. അതിൻ്റെയൊക്കെ ലൊക്കേഷനാണ് ആ പേപ്പറിൽ തന്നേക്കണത്. ആ പാർട്സൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോറ് ഓപ്പൺ ആക്കാൻ പറ്റും. ഇനി നമുക്ക് പോയിട്ട് ആ പാർട്സ് അങ്ങ് കണ്ടുപിടിക്കണം. അതിപ്പോൾ ഈ അടുത്തൊന്നും കിട്ടില്ല. എന്തുട്ടായാലും 1 മണിക്കൂറിൻ്റെ പണിയുണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു ഡോറുണ്ട്. നമുക്ക് പിന്നെ നേരത്തെ ഒരു താക്കോല് കിട്ടിയില്ലേ, ഹാർട്ടിൻ്റെ ഷേപ്പുള്ളത്. അത് വെച്ചിട്ട് ഈ ഡോറ് തുറന്നേക്കാണ്. ഓ, ഇതിപ്പോൾ ഏതാ സ്ഥലം? ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. മേലേക്ക് പോണോ താഴ്ത്തേക്ക് പോണോ? നമുക്ക് ആദ്യം താഴ്ത്തേക്ക് പോവാം. അടിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇവിടെ ഒരു സോംബി നിൽക്കണ്ടല്ലോ. അതവിടെ നിന്നോട്ടെ. അവിടെ ഒരു ഡോറുണ്ട്.
ഇപ്പുറത്തുണ്ടോ? ആ ഇവിടെയും ഡോറുണ്ട്. അയ്യോ, എനിക്ക് ചെറുതായിട്ട് തെറ്റിപ്പോയി. ഇതായിരുന്നു സ്പേഡ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, അത് ഡയമണ്ട് ആയിരുന്നു. ഇവിടെ പിന്നെ ഹാർട്ടാണ്. അത് ഈ താക്കോൽ വെച്ച് തുറക്കാം. നമ്മുടെ കയ്യിൽ ഡയമണ്ടും പിന്നെ ഹാർട്ടും ഉണ്ട്, സ്പേഡിൻ്റെ താക്കോൽ ഇല്ലാത്തത്. ഇത് ഏതാ റൂം? ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, നമുക്കത് എടുക്കാം. അവിടെ പിന്നെ ബുള്ളറ്റും ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നടാവേ, ഇതിപ്പോ എവിടെ നിന്ന് വന്ന്? അത് പക്ഷെ ചത്തു. ഞാൻ ഈ ബുള്ളറ്റ് അങ്ങ് എടുക്കാൻ പോയതാ, പെട്ടെന്ന് ഒരു ജംസ്കെയർ കിട്ടി. നമുക്കിനി ഇങ്ങോട്ടേക്ക് ചാടാം. ഇതൊന്നിട്ടാ 6-2-11. ആ എനിക്ക് മനസ്സിലായി, ഇത് ഏതൊരു ലോക്കറിൻ്റെ കോഡാ. നമ്മൾ ഇതേപോലെ തന്നെ ഒരു ലോക്കർ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഏത് ലോക്കറാണാവോ? ഇയാളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഗൺ പൗഡർ കിട്ടി. ആ ഇതാ ഡോറ്. ഈ സ്പേഡിൻ്റെ ഡോറിന് തുറക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി. നമുക്കിനി ഇവിടെ നിന്ന് തിരിച്ച് പോവാം. ഒരു മിനിറ്റ്, പുറത്ത് ഒരു സോംബി നിൽക്കണ്ടായിരുന്നു, അതിനങ്ങ് തീർത്തളയാം. ഈ ഗണ്ണിന് പിന്നെ നല്ല പവർ ഉണ്ട് കേട്ടാ. 2 ബുള്ളറ്റിനൊക്കെ സോംബീസ് ചാവുണ്ട്. എന്തെങ്കിലും ആവട്ടെ. നമുക്ക് പിന്നെ നേരത്തെ ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ബോക്സ് നമുക്ക് തുറന്നു നോക്കാം. ഈ ജുവലായിട്ട് കമ്പൈൻ ചെയ്താൽ മതി. ഇതിനകത്ത് എന്താ ഉള്ളത്? സ്റ്റാർസ് ബാഡ്ജാ. അത് വെച്ചിട്ട് ഞാൻ എന്തുട്ട് ചെയ്യണ്ടേ? എന്തുട്ടാണാവോ? നേരത്തെ നമ്മൾ അടിയിലേക്ക് പോയി, ഇനി നമുക്ക് മേലേക്ക് കയറി പോവാം. ഇവിടെ പിന്നെ ഭയങ്കര ഇരുട്ടാ. ഈ ഭാഗത്തും മിക്കവാറും സോംബീസൊക്കെ ഉണ്ടാവും. ഇവിടെ പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം. ഇവിടെ നിന്ന് എനിക്ക് ഫ്ലാഷ് ഗ്രനേഡ് കിട്ടി. ഇതെന്തത്? ഒരു സ്ലോട്ടിലെ 3 എണ്ണം വയ്ക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് പിന്നെ എടുക്കാം. ആ ഇവിടെ മിക്കവാറും സോംബീസ് ഉണ്ടാവും, എനിക്ക് അവരുടെ സൗണ്ടൊക്കെ കേൾക്കാണ്ട്. ആ എനിക്കറിയായിരുന്നു നിങ്ങളിവിടെ ഉണ്ടാവുമെന്ന്. എന്നാ പിടിച്ചോ. ചത്തില്ലേ? ആ ചത്ത്. നമുക്ക് ഇത് കൈ പിടിക്കാം, നമുക്ക് ആവശ്യം വരും. ആ അവിടെ വേറൊരു സോംബിയും കൂടി ഉണ്ട്, അതിനും കൂടി അങ്ങ് തീർത്തളയാം. ഈ ഡോറ് നമുക്ക് ഓപ്പൺ ആക്കാം. മറ്റേ ഹാർട്ടിൻ്റെ താക്കോല വേണ്ടേ? ഓക്കെ, അതങ്ങനെ ഓപ്പൺ ചെയ്തേക്കാണ്. ഇതെന്താ കത്തിയാ? ഇതെന്താ സംഭവം? ഒരു ബോക്സ് ഉണ്ടല്ലോ. ഒരു മിനിറ്റ്, ആ ബോക്സ് നമുക്ക് തുറന്നു നോക്കാം. തുറക്കാൻ പറ്റില്ലേ? ആ ഇത് തുറക്കാൻ പറ്റും, ടേപ്പ് വെച്ച് ഒട്ടിച്ചേക്കാം. ഇലക്ട്രോണിക് പാർട്ട്. ഓക്കെ ഗൈസ്, നമുക്കങ്ങനെ ഒരു പാർട്ട് കിട്ടിയേക്കാണ് കേട്ടാ. നമുക്ക് അതേപോലത്തെ 2 എണ്ണം വേണ്ട. ഇതുണ്ടില്ലേ, എൻ്റെ ഇൻവെൻട്രി വീണ്ടും ഫുള്ളായി. ആ ഇലക്ട്രോണിക് പാർട്ടില്ലേ, അത് നമുക്ക് ഇവിടെ വെച്ച് നോക്കാം. ഇതന്നെയല്ലേ? ആ അതുതന്നെയാ. നമുക്കിനി അതേപോലത്തെ ഒരെണ്ണം കൂടിയും കണ്ടുപിടിക്കണം. അത് പക്ഷേ ക്ലോക്ക് ടവറിലാണ് ഉള്ളത്. ഇവിടെ ക്ലോക്ക് ടവർ എവിടെയാണാവോ? ശരി, ഇതെപ്പോഴാണ് എൻ്റെ? അത് പക്ഷെ ഒരു വെടിക്ക് തീർന്നു. ഇതും തൊട്ടാ ലാർജ് ഗിയറാ. അതെന്താണോ സംഭവം? അത് വെച്ചപ്പോൾ പക്ഷേ എൻ്റെ ഇൻവെൻട്രി ഫുള്ളാവാറേ. നമുക്കപ്പോൾ ഇതും കൂടിയും പെട്ടിയിൽ വയ്ക്കാം. ഈ ഗെയിമിൽ പിന്നെ ഇൻവെൻട്രി ഫുള്ളാവും, അത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. നമുക്കിനി ഇങ്ങോട്ടേക്ക് പോവാം. ഓ ഇതിപ്പോൾ നമ്മൾ എവിടേക്ക് എത്തിയേ? ഇതെന്താ? ആ ബ്ലൂ ഹെർബ്. നമുക്കത് കൈ പിടിക്കാം. നമുക്കിനി അടിയിലേക്ക് ഇറങ്ങിപ്പോണ്ടേ. ഇതെന്താ സംഭവം? എന്തോ ഒരു ലിവറാ, അത് പിടിച്ച് താഴ്ത്തേക്ക് ആക്കിയിട്ടുണ്ട്. ശരി, വെള്ളം നമ്മുടെ മേത്തേക്ക് വീഴണേ. ഇത് പിന്നെ കണ്ടില്ലേ, ഒരു ഹെലികോപ്റ്റർ കത്തി കിടക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് വെള്ളം ഒഴിക്കണ. ഒരു മിനിറ്റ്, നമുക്ക് എന്തോ ചെയ്യേണ്ടി വരും. ഇവിടെ പിന്നെ അടിയിലേക്ക് ഒരു വഴിയുണ്ട്, നമുക്ക് ഇറങ്ങി പോവാം. ഇവിടെയും സോംബീസ് ഉണ്ട് കേട്ടോ. ഇതിനങ്ങ് തീർത്തളയാം. ചാവങ്ങോട്ട്.
അവിടെ വേറെ ഒരാളുണ്ട്, അതിനും കൂടി അങ്ങ് തീർത്തളയാം. ചാവങ്ങോട്ട്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ആ, ഇവിടെയും ഒരു ലിവർ ഉണ്ട്. ലെഫ്റ്റും റൈറ്റും എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ പക്ഷേ അത് ലെഫ്റ്റിലേക്ക് ആക്കി. ഇനി നമുക്ക് ഈ ലിവറില്ലേ അത് താഴ്ത്തി നോക്കാം, അന്നേരം എന്താണോ സംഭവിക്കുക. ഓക്കെ, ആ ഹെലികോപ്റ്ററിൽ തീ ഉണ്ടായിരുന്നില്ലേ, അതിപ്പോൾ നമ്മൾ അണച്ചേക്കാണ് കേട്ടോ. ആ ഹെലികോപ്റ്ററിൻ്റെ പിന്നിലേ എന്തോ ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് ചെന്ന് നോക്കി നോക്കാം. ഈ ഹെർബ് നമുക്ക് എടുക്കാം. ആ, ഇവിടെ ഒരു വഴി ഉണ്ടായിരുന്നു. അല്ല, ഇതാരാ? ഇയാള് വെടി വെച്ചിട്ട് ഒന്നും സംഭവിക്കണില്ല. പക്ഷെ എൻ്റെ പൊന്നെ, ഇതിപ്പോൾ പണിയായില്ലോ. അടുത്ത ബോസ് ഫൈറ്റ് സ്റ്റാർട്ടായ? ഏയ്, ഇത് ബോസ് ഫൈറ്റ് ഒന്നല്ല. ബോസ് ഫൈറ്റ് ഇങ്ങനെ ആവില്ല. ഇത് വേറെ ഒന്നും സംഭവമാ. അയാളെ പക്ഷേ വെടി വെച്ചിട്ട് ഒരു കാര്യമില്ല, അയാൾക്കൊന്നും സംഭവിക്കണില്ല. നമുക്കപ്പോൾ ഓടി രക്ഷപ്പെടാം, അതായിരിക്കും നല്ലത്. ഇതിപ്പോൾ നമ്മൾ തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്കാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്നാണ് ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അയാളിനി ഇങ്ങോട്ടേക്ക് വരുമോ? ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് തോന്നണേ. അയാൾക്കറിയില്ല നമ്മൾ എങ്ങോട്ടേക്കാണ് പോയെന്ന്. ഇവിടെ പിന്നെ ഒരു ലോക്കർ ഇരിക്കണ്ട കേട്ടാ. ഈ ലോക്കറിൻ്റെ കോഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? 6211. അതാണ് കോഡ്. നമുക്കപ്പോൾ അടിച്ചു നോക്കാം. 6 പിന്നെ 2 പിന്നെ 11. ഓക്കെ, അതെങ്ങനെ ഓപ്പൺ ആയിക്കാണ്. ഇതെന്തത്? ഓ, ഇതൊരു എക്സ്റ്റൻഡ് ബാഗ് ആയിരുന്നു. ആ, അത് കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് 26 ബുള്ളറ്റ് ഇടാൻ പറ്റും, അതും ഒരു റൗണ്ടിൽ. ഇത് കണ്ടില്ലേ, നമ്മൾ ആ സ്ഥലത്തെത്തി. ആ സ്റ്റാച്ചുവിൻ്റെ അടിയിൽ ഒരു വഴിയുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ അൺലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ കൂടെ പോയേ. നമ്മുടെ മാർവിൻ പിന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ. അയാൾ പക്ഷേ സോംബിയായിട്ട് മാറി. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇയാളെ കൊല്ലേണ്ടി വരും. ഇയാൾ ഇനി പഴയ പോലെ ആവില്ല. ഓക്കെ, അതങ്ങനെ ചത്തേക്കാണ്. അതിനെ കൊല്ലാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനെ കൊന്നില്ലെങ്കിലേ അത് നമ്മളെ കൊല്ലും. അല്ല, ഇതിപ്പോൾ എവിടെ നിന്നാ വന്നേ? ഓ, ഇയാൾ നമ്മുടെ പിന്നാലെ വിടണില്ലല്ലോ. അതിൻ്റെ ഒരു അടി കിട്ടിയാൽ മതി, പിന്നെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അത് നമ്മുടെ പിന്നാലെ വരുന്നുണ്ട് കേട്ടാ. അത് ഇച്ചിരി സീനാ. വെടി വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. എങ്ങോട്ടേക്കാ പോവാ? നിൽക്ക്, ഈ വഴി കൂടെ പോവാം. ഇതൊക്കെ ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ സോംബീസ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണു. ഏയ്, ഇതെവിടെ നിന്ന് വന്നേ? ഇത് ഭയങ്കര ശല്യല്ലോ. നേരത്തെ നമുക്ക് ഒരു ജംപ് സ്കെയർ തന്നുള്ളൂ, അത് ചത്തില്ലേ? ചത്തുന്ന് വിചാരിക്കണു. അയാൾ പക്ഷെ നമ്മുടെ പിന്നാലെ വരുന്നുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് വരുമോ? ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് വിചാരിക്കണു. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ ഒരു പാർട്ട് കിട്ടിയിട്ടാ. നമുക്ക് ടോട്ടൽ 2 പാർട്സാണ് വേണ്ടേ. ആ രണ്ടാമത്തെ പാർട്ട് ഒരു ക്ലോക്ക് ടവറിലുള്ളത്. ആ ക്ലോക്ക് ടവർ എവിടെയാണെന്ന് എനിക്കറിയില്ല. നമുക്കിനി അതൊക്കെ കണ്ടുപിടിക്കണം. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.